1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യം. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരെ അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ആമേൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സെൻറ്റർ എങ്കിൽ ഐ റിസീവ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് എനിക്ക് പലതും കിട്ടിക്കൊണ്ടിരിക്കും. ഐ റിസീവ് എ ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് ഫ്രം ഗോഡ്. ഹല്ലേലൂയ. ഈ ബ്ലെസ്സിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുക മാത്രമല്ല, വി ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക്. ആമേൻ. വി ഹാവ് ടു കോൺട്രിബ്യൂട്ട്. ഗിമ്മി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഐ ഹാവ് ടു ഗിവ് സംതിങ് ബാക്ക് ടു ഗോഡ്. ഐ ഹാവ് ടു ഗിവ് സംതിങ് ബാക്ക് ടു ഗോഡ്സ് പീപ്പിൾ. സോ വി നീഡ് ടു ഹാവ് ഫെലോഷിപ്പ്. അല്ലേ? ഇവിടെ പറയുകയാണ് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. നിങ്ങൾക്ക് കൃപ ലഭിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിക്കണം. ദിസ് ഈസ് യുവർ സെക്കൻഡ് പേർപ്പസ് ഇൻ ലൈഫ്. എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാനിരിക്കുകയല്ല, എനിക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അവരെയും കൂടെ ഈ കൃപയുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കി തീർക്കണം. ഹല്ലേലൂയ. ഇതിന് പറയുന്ന പേരാണ് മിനിസ്ട്രി. ആമേൻ. ഇതിന് പറയുന്ന പേരാണ് ശുശ്രൂഷ. ഇവിടെ പാസ്റ്ററോ പ്രവാചകനോ സുവിശേഷകനോ മാത്രമല്ല ശുശ്രൂഷയുള്ളത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ശുശ്രൂഷയുണ്ട്. ആമേൻ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന നിങ്ങളുടെ സഹോദരനെ സഹോദരിയെ, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സഹോദരനെ സഹോദരിയെ കരുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ശുശ്രൂഷ. നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ശുശ്രൂഷ. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, when we serve God's people, we serve His purpose. നമ്മളെ ഒറ്റയ്ക്കൊരു ജീവിതം ജീവിക്കാനല്ല ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ സ്വർഗത്തിൽ ചെന്നു, നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചെന്നു, നമ്മൾ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് സ്വർഗത്തിൽ ഇരിക്കുകയാണ് എല്ലാവരും. വാട്ട് ആർ വി ഗോയിങ് ടു ഡു ദേർ? എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? വി ഗോയിങ് ടു സെർവ് വൺ അനദർ. ആമേൻ. അത് നമ്മൾ യേശുവിൻ്റെ വാക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. യേശു എന്താ പറഞ്ഞത്? നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുവാൻ എന്ത് ചെയ്യണം? അവൻ യു ഷുഡ് ബി ദ സെർവൻറ്റ് ഓഫ് ഓൾ. എല്ലാവരുടെയും ശുശ്രൂഷക്കാരനായിരിക്കണം. ഹല്ലേലൂയ. ഇതാ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ തത്വം. ദൈവരാജ്യത്തിൻ്റെ തത്വം നിങ്ങളിൽ ആരെങ്കിലും വലിയവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിത്യതയിൽ പോയിട്ട് 10 പട്ടണങ്ങൾക്ക് അധിപതിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവിടെ വലിയ വലിയ പദവിയിലൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, വി ഗോയിങ് ടു ബി സെർവൻറ്റ് ലീഡേഴ്സ് there. നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത്, വി ഗോയിങ് ടു സെർവ് വൺ അനദർ. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡ്സ് കിങ്ഡം. ഹല്ലേലൂയ. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് സ്ഥലമാണ് ചർച്ച് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് പ്ലേസ് ഫോർ ദാറ്റ്. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത ആളിനെ നമ്മൾ ഇനി നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ആരെയാണ്? നിത്യതയിൽ ഒരുമിച്ച് സേവിച്ച് ശുശ്രൂഷ ചെയ്ത് നടക്കേണ്ടുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ കാണുന്നത് എന്നുള്ള ബോധം നമ്മുടെ ഓരോരുത്തരുടെയും അകത്ത് വേണം. ഹല്ലേലൂയ. സ്നേഹമില്ലാതെ നമുക്ക് നിത്യതയെ ജീവിക്കാൻ പറ്റത്തില്ല. വി കാൺ സർവൈവ് ദേർ. ഈ വെള്ളത്തിൽ നിന്ന് മീനെ പിടിച്ച് കരയിലിട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. വി കാൺ സർവൈവ് ദേർ വിത്തൗട്ട് ലവ്. വി കാൺ സർവൈവ് ദേർ വിത്തൗട്ട് ഫൊർഗീവ്നെസ്. മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ, യു ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ലിവ് ഇൻ ഹെവൻ. അതുകൊണ്ട് രണ്ടാമത്തെ നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം, ഇറ്റ് ഈസ് serve God's people.